بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: راقبوا ليلة القدر في العشر الأواخر. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن سامني ضيم يربعني أقول يا سيد السادات يا تندي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഒരു കുട്ടി മുമ്പിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന രീതിയിൽ ലൈലത്തുൽ ഖദറിനെ വിവരിച്ചു തന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും പരിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ എന്താണ്? പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദിവസങ്ങളോളം പറയണോ, മാസങ്ങളോളം പറഞ്ഞാലും അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഒരാൾ സാധാരണ നടന്നു പോകുമ്പോൾ വുളൂ ഇല്ലാതെ ഖിബിലക്ക് തിരിയാതെ ഒരു സാധാരണ നടത്തത്തിൽ പാരായണം ചെയ്താൽ ഒരു ഹർഫിന് 10 പ്രതിഫലം. അത് വുളൂ ചെയ്തുകൊണ്ടാണെങ്കിൽ അതിന്റെ ഇരട്ടി, നിസ്കാരത്തിലാണെങ്കിൽ 700 പ്രതിഫലം. റമളാൻ അല്ലാത്ത കാലത്ത് ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും റമളാനിൽ അതിന്റെ 70 ഇരട്ടി പ്രതിഫലം. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 700ന്റെ 70 ഇരട്ടി പ്രതിഫലം പരിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലെ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്നു. പാരായണം ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോ ഖുർആൻ ഓതുന്നവർക്കും അതുപോലെ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കും ഇതേ പ്രതിഫലം. അതാണ് തറാവീഹ് നിസ്കാരത്തിലൊക്കെ നാം പല പള്ളികളിലും ഖുർആൻ ഖത്മ ചെയ്തുകൊണ്ട് തന്നെ ഓതുകയും നിസ്കരിക്കുകയും ചെയ്യുന്നത്. എന്തൊരു രസമാണ്! നല്ല ശൈലിയിൽ ഖുർആൻ ഓതിയാൽ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു, അല്ലാഹുവിന്റെ ഖുർആൻ അത് കർണാനന്ദകരമായ രീതിയിൽ കേൾക്കുമ്പോൾ ലാ യുമല്ലു സമാഉഹു, അത് കേട്ടാൽ മടി വരികയില്ല. അത്രയും ആനന്ദമുള്ള പരിശുദ്ധ ഖുർആൻ, അർത്ഥവ്യാപ്തി ഈ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അതിന്റെ ഒരു ചെറിയ ഭാഗം പോലും എത്തിയിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ എന്ത് ശക്തി ഉപയോഗിച്ചിട്ടും മാറ്റിമറിക്കാൻ കഴിയാത്ത പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആൻ. അതുകൊണ്ട് ആദ്യമായി ഈ സദസ്സിൽ വന്ന എല്ലാവരോടും ഞാൻ വസിയത്തായി പറയുന്നു, നിങ്ങൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. അതിനു പുറമെ നിങ്ങൾക്ക് ഖബറിൽ ചെല്ലുമ്പോൾ ചോദ്യം എളുപ്പമായി കിട്ടാൻ, ഖബറിൽ ശിക്ഷയില്ലാതെ ഇരിക്കാൻ തബാറക്ക സൂറത്ത് എല്ലാ ദിവസവും
പാരായണം ചെയ്യണം. ചെയ്യൂലേ? അല്ലാഹു അക്ബർ. ഉറക്ക് വേണ്ട. തബാറക സൂറത്ത് എല്ലാ ദിവസവും ചെറിയ സൂറത്താണ്. അത് കാണാതെ പഠിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഖബറിൽ ശിക്ഷയില്ലാതിരിക്കാൻ. അതുപോലെ എനിക്ക് കടമുണ്ട്, ദാരിദ്ര്യമുണ്ട്, വീടില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ കടം വീടാനും മുതലുണ്ടാവാനും സൂറത്തുൽ വാഖിയ, ഇദാ വഖഅത്തുൽ വാഖിയത്തു എന്ന സൂറത്ത് എല്ലാ ദിവസവും ഓതുക. പക്ഷെ അന്ന് ഇയ്യത്തിലെ ഓതണ്ടങ്ങള് ഓതല് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കലാമാണ് എന്ന നിയ്യത്തിൽ ഓതണം. ഏതായാലും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത മഹത്വമുള്ള പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബറിൽ വെച്ച് ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. റഹ്മാനുറഹീമായ അല്ലാഹ് ഖബറിൽ വെച്ചുകൊണ്ട് നിന്റെ കലാമായ ഖുർആൻ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദര, അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ ഇന്ന അൻസൽനാഹു, ആ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഈ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്ർ എന്നതിന്റെ അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, വളരെ മഹത്വമുള്ള ഖദ്റുള്ള ദിവസം, രാത്രി എന്നർത്ഥം. മറ്റൊരർത്ഥം, ഒരു മനുഷ്യന് അടുത്ത കൊല്ലം വരെ ഉണ്ടാകുന്ന മുഴുവൻ സംഭവങ്ങളും അല്ലാഹു തആല കണക്കാക്കി മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ദിവസം. എത്ര ദിവസം ജീവിക്കും, എത്ര ഭക്ഷണം കഴിക്കും, എന്തെല്ലാം ഇവിടെ പ്രവർത്തിക്കും, ഇത് മുഴുവനും അല്ലാഹു തആല നിശ്ചയിച്ച് അറിയിച്ചു കൊടുക്കുന്ന ദിവസം. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതായാലും ഈ രാവ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ക്ലാസ് എടുക്കുന്നത് പോലെയാണ്. ഒരുപാട് മുഅല്ലിമീങ്ങൾ ഉണ്ടാവുമല്ലോ ഇവിടെ, ഉസ്താദുമാരൊക്കെ അല്ലേ? ആയിരക്കണക്കിന് മുഅല്ലിമീങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവും ഈ സദസ്സിൽ. മുഅല്ലിമീങ്ങൾ, നല്ല മുഅല്ലിമീങ്ങൾ ആരെടുക്കൽ എങ്ങനെയാ? കുട്ടികള് ബാക്കിൽ ബെഞ്ചിന്റെ പിന്നിൽ ഇങ്ങനെ ഉറങ്ങിയിട്ട് ബെഞ്ച് മേൽക്ക് നോക്കുകയും ഇയാളിങ്ങനെ വായിക്കുകയും ചെയ്താൽ നല്ല മുഅല്ലിമാവില്ല, കുട്ടികൾ പഠിക്കൂല, പാസ്സാവില്ല അല്ലേ? അപ്പൊ എന്ത് വേണം? മുഴുവൻ കുട്ടികളെയും ഇങ്ങോട്ട് ശ്രദ്ധ ഈ ഗുരുനാഥന്റെ മുഖത്തേക്ക്, വാക്കിലേക്ക് തിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കണം. അതാണ് അല്ലാഹു തആല ഇവിടെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ചോദ്യം. എന്നിട്ട് അല്ലാഹു വീണ്ടും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, അവിടെ ഹിയ എന്ന് പറയാതെ ആ രാത്രിയെ പേര് വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് അത് 1000 മാസത്തെക്കാൾ പുണ്യമായതാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ പുണ്യമായ രാവ്. ഈ രാവ് അവസാനത്തെ 10 രാവുകളിലാണ്, ഒറ്റയിട്ട രാവുകളിലാണ്. അതിൽ 27-ാം രാവായിരിക്കാമെന്ന് മഹാന്മാരായ നിരവധി പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മളത് പ്രതീക്ഷിക്കണം. ഇന്ന് വെള്ളിയാഴ്ച രാവും 27-ാം രാവും ആണ്. അല്ലാഹു തആല ഒരുപക്ഷെ ഇന്ന് തന്നെയായിരിക്കും ലൈലത്തുൽ ഖദ്ർ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെ എല്ലാവരെയും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഇവിടങ്ങൾ ഈ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത് മഴ പെയ്യാണെങ്കിൽ പെയ്യട്ടെ എന്ന് വെച്ചിട്ട് സഹിക്കാമെന്ന് വെച്ചുകൊണ്ട് വന്നു. ആ വന്നതൊക്കെ എന്തിനാണ്?
ഉപദേശം കേൾക്കാൻ, ആ ഉപദേശം അനുസരിച്ച് നടക്കാനും, ഇതുപോലുള്ള ദിക്റ്, സ്വലാത്ത്, ഇതിന്റെ മജ്‌ലിസിൽ ഹാജരാവാനും ദുആഇന് വേണ്ടിയുമാണല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തുൽ വാഖിയ, സൂറത്തു തബാറക, ഇത് രണ്ടും, പിന്നെ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് അറിഞ്ഞുകൂടാത്തവരാരുമില്ലല്ലോ. ഇത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അങ്ങ് ഓതുക. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും ഓദിക്കുക. അപ്പൊ നമുക്ക് ഖുർആൻ ഓതുമായി, അൽഹംദുലില്ലാഹ്, ഖുർആൻ നമുക്ക് കേടുമായി സാക്ഷി നിൽക്കാതെ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുന്നു. അല്ലാഹു തആല അങ്ങനെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ മഹത്തായ രാത്രിയിൽ, ഇതുപോലുള്ള രാത്രികളിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന് ഇബാദത്തെടുക്കുകയും അള്ളാഹുവിനോട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് വാർത്തുകൊണ്ട് കരയുകയും ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഗുണകരമായ ഒരുപാട് കാര്യങ്ങളിൽ അവിടെ നിന്ന് പറഞ്ഞത് ജനങ്ങൾ ഉറങ്ങുമ്പോൾ നീ എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമില്ലേ, ആ സമയത്ത് നീ എഴുന്നേറ്റ് നിസ്കരിക്കുക. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ رانا الهدى بعد الأمى فقلوبنا به موقنات أنما قال وقعوا يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. حبيباയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ബൈത്തുകളാണിത്, ഹദീസാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി ഖുർആൻ ഓതും. പ്രത്യേകിച്ച് രാത്രി സമയത്ത്, പാതിരാ സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് ഓ ചെറുപ്പക്കാരെ, എന്റെ കരടിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വയസ്സന്മാർക്ക് മാത്രമുള്ളതല്ല, ആലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. നമ്മളൊക്കെ തന്നെ ഈ ചെറുപ്പകാലത്ത് അൽഹംദുലില്ലാഹ് ഈ കാണുന്നത് 99% നല്ല ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൗവനകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിലക്കൊള്ളാൻ നിങ്ങളും ഞാനും ഉത്സാഹിക്കുക. അങ്ങനെ രാത്രി പാതിരാ സമയത്ത് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും ഞാനും പെടാൻ എല്ലാവരും ഉത്സാഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, അല്ലാഹു തആല അവർക്ക് വലിയ ഇസ്സത്തിനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇത്രയും ജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുകയും ജനങ്ങൾക്ക് ഉപദേശം നടത്തുകയും അതിനു പുറമെ 18,000-ലധികം കുട്ടികളെ പഠിപ്പിക്കുന്നൊരു സ്ഥാപനമാക്കി ഇവിടെ മഅദൻ വളർത്തിയെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അല്ലാഹു തആല ദീർഘ ആയുസ്സും ആഫിയത്തും ഇസ്സത്തും അഭിമാനവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇടയ്ക്ക് വെച്ചൊന്ന് പറയട്ടെ, അങ്ങനെ ബഹുമാനപ്പെട്ട അതുപോലെ നമ്മുടെ സയ്യിദന്മാര് എല്ലാവരും, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, യൂസുഫ് കോയത്തങ്ങൾ, അബ്ദി തങ്ങൾ തുടങ്ങി എല്ലാ സയ്യിദന്മാരും ഇവിടെയുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളവറുകൾ ആദ്യമായി നിങ്ങളോട് പറഞ്ഞത് ഫലസ്തീനിലെ സംഭവമാണ്. ഞാൻ ഇന്ന് രാവിലെ വരുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കിയിൽ നിന്ന് ദുബൈ വഴി വന്നതാണ്. തുർക്കിയിൽ 4 ദിവസത്തെ സമ്മേളനം ഫലസ്തീൻ സംബന്ധിച്ചും അതുപോലെ ബഗ്ദാദിലും സിറിയയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം നടക്കുന്ന ഏറ്റവും വലിയ ശക്തിമത്തായ പോരാട്ടത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ എതിരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജൂതന്മാരുടെ ആന്റണികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വലിയൊരു സമ്മേളനമായിരുന്നു അന്താരാഷ്ട്ര സമ്മേളനം. ആ സമ്മേളനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പണ്ഡിതന്മാരും മന്ത്രിമാരും നേതാക്കളും പങ്കെടുത്ത സമ്മേളനത്തിൽ ജൂതന്മാരുടെ ശക്തമായ എല്ലാ കുതന്ത്രങ്ങളെയും അടിച്ചമർത്താനും അതിനെതിരിൽ ഒറ്റക്കെട്ടായി നിൽക്കാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ സമയത്ത് നിങ്ങളോട് ഞാൻ പറയട്ടെ, ബഗ്ദാദിലും പരിശുദ്ധമായ ഭൂമിയാണല്ലോ ബഗ്ദാദ്. ആ ബഗ്ദാദിലും സിറിയയിലുമെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഭിന്നിപ്പിച്ചു എന്നതാണ് അതിന്റെ കാരണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സദ്ദാം ഹുസൈൻ പോയതിന് ശേഷം ബഗ്ദാദിൽ മേൽക്കോയ്മക്കാര് വന്ന് മധ്യസ്ഥം പറഞ്ഞ് പ്രധാനമന്ത്രിയായി ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളെ തെരഞ്ഞെടുത്തു. മറ്റൊരു മന്ത്രിയായി സുന്നി വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുത്തു. അങ്ങനെ കുറെ മന്ത്രിമാരൊക്കെ തെരഞ്ഞെടുത്ത് മധ്യസ്ഥം പറഞ്ഞിട്ട് എല്ലാം ഒപ്പിച്ചു കൊണ്ടുവന്നെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരായ ശക്തമായ നീക്കം ആ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായതായി കണ്ടപ്പോൾ സുന്നികൾ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ഭരണകൂടത്തിനെ നമുക്കിവിടെ നിലനിർത്തിയാൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുകയില്ലെന്നവർ തീരുമാനിച്ച് ആലോചിച്ചു വരുമ്പോഴേ അതിന്റെ രഹസ്യ വിവരം മറ്റ് മേൽക്കോയ്മക്കാര് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് ചെയ്തതെന്നറിയുമോ? സുന്നി എന്ന പേരിൽ തന്നെ ഒരു വിഭാഗത്തെ ഇളക്കി വിട്ടു. എന്നിട്ട് ആ സുന്നി അവിടെ പിടിച്ചെടുത്തു, സുന്നി ഇവിടെ പിടിച്ചെടുത്തു, സുന്നി തീവ്രവാദി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുന്നികളുടെ പേരിൽ തീവ്രവാദം വെച്ചുകെട്ടുകയും സുന്നികളുടെ പേരിൽ പലതും വെച്ചുകെട്ടി പറയുകയും ചുരുക്കത്തിൽ സുന്നത്ത് ജമാഅത്തിനെ തന്നെ ഭിന്നിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത് കാരണം എല്ലാ സുന്നികളും യോജിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വിഭാഗം സുന്നികൾ ഇവിടെ ഇങ്ങനെ വന്നാൽ അവരെ വിട്ടുകൂടാന്നുള്ള ബാക്കിയുള്ളവർക്കായി. യഥാർത്ഥത്തിൽ അവർ സുന്നികളായിരുന്നില്ല. ഷിയ വിഭാഗത്തിന്റെ ഗൂഢതന്ത്രത്തിലൂടെ അവർ സുന്നി ലേബിളിൽ വന്നതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭിന്നിപ്പ് ഉണ്ടായി. ഈ ഭിന്നിപ്പിന്റെ പേരിലാണ് ബഗ്ദാദിലെ ഒരുപാട് പള്ളികൾ ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സിറിയയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒന്നായി സംഘടിച്ചപ്പോൾ അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജൂതന്മാര് ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിലൂടെ സുന്നികൾ ഭിന്നിപ്പ് വന്നു. ആ ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് ശക്തികൾ അവരെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. തുർക്കിയിൽ 1000-ഓളം വരുന്ന യതീമായ കുട്ടികൾ നോമ്പു തുറക്കാൻ അവിടെ അഭയാർത്ഥികളായെത്തിയ കുട്ടികൾക്ക് നോമ്പു തുറ ഏർപ്പെടുത്തിയ സ്ഥലത്ത് ഞാൻ പോയി കണ്ട് സമാശ്വസിപ്പിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ അപകടങ്ങൾ മുഴുവനും ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് രാജ്യത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളക്കരയിലുള്ള പണ്ഡിതന്മാരോട് ഞാൻ പറയട്ടെ, ഏത് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞു വന്നിട്ട് സുന്നത്ത് ജമാഅത്തിനെ ആക്ഷേപിക്കുകയും ഏതു സമയത്തും അവർക്ക് വേറെ ഒരു തൊഴിലുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും പ്രവർത്തകരെയും ആക്ഷേപിക്കുക, തെറി പറയുക, ഇത് മാത്രം തൊഴിലാക്കിയ പണ്ഡിതരെന്ന് പറയുന്നവരോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കരുതിയിരിക്കണം, ദൂരവ്യാപകമായ വിപത്തുകൾ നമ്മളെയും പിടികൂടി പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക. സുന്നത്ത് ജമാഅത്തിന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളും സഹകരിക്കുക. നിങ്ങളെ ഏതോ നിലക്ക് നടന്നോ, രാഷ്ട്രീയമോ അതൊക്കെ നിങ്ങൾ കൊണ്ടു നടന്നോ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോടും അതിന്റെ തലപ്പത്തിരിക്കുന്ന സയ്യിദന്മാരോടും വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ പറയുന്നു, ആദരവിന്റെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടി പറയുന്നു. ഈ ഒരു കളിയുമായി ഇവിടെ മുന്നോട്ട് പോയാൽ എന്തു ചെയ്താലും അതിനെ എതിർക്കുക, എന്തു ചെയ്താലും അതിനെ തെറി പറയുക, എന്തു ചെയ്താലും അതിനെ കുറ്റം കാണുക. കണ്ടോ? ഓ പറയുന്നു, ഒരു തെറ്റും പറയാനല്ല, പറയാനുള്ളതാ. 27 ആയാലെന്താ? 27 ആയതുകൊണ്ട് ഇപ്പൊ എത്രയാൾ ദിക്റിയല്ലി? ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം ചൊല്ലിയിട്ട് ഇവിടെ ലക്ഷങ്ങളല്ലേ ചൊല്ലിയത്? ഒരു കുറ്റവും പറയാനില്ല. അവസാനം കുറ്റം എന്താ? 26-ലാക്കിക്കൂടെ, 22-ലാക്കിക്കൂടെ? എന്നാക്കിയാലും ഏതെങ്കിലും ദിവസം വേണ്ടേ?